ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ KSRTCയിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യയാത്ര. വിശദവിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ്. ജപ്പാനാണ് അതിന്റെ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യത്തിൽ 1 മാസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അങ്കണവാടി പാചക തൊഴിലാളികളുടെ ഓണറേറിയം 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആയമാരുടെയും പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ഓണറേറിയത്തിലും 1000 രൂപയുടെ വർധനയുണ്ട്. സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കും. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം. പ്രോട്ടം സ്പീക്കറായി G. സുധാകരനെ തെരഞ്ഞെടുത്തു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി T. അസഫ് അലിയെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജെയ്ജു ബാബുവിനെയും തെരഞ്ഞെടുത്തു. മറ്റൊന്ന്, മന്ത്രിമാരും സാധ്യതാ വകുപ്പുകളും ഏതൊക്കെയാണെന്നാണ് പരിശോധിക്കുന്നത്. VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം, നിയമം, PRD. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. സണ്ണി ജോസഫ് റവന്യൂ. K. മുരളീധരൻ ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാർ വൈദ്യുതി. T. സിദ്ദിഖ് കൃഷി വകുപ്പ്. PC വിഷ്ണുനാഥ് സഹകരണം, സാംസ്കാരികം. CP ജോൺ ഗതാഗതം. ഷിബു ബേബി ജോൺ വനം വകുപ്പ്. മോൻസ് ജോസഫ് ജലവിഭവം, രജിസ്ട്രേഷൻ, ജലഗതാഗതം. N. ഷംസുദ്ദീൻ വിദ്യാഭ്യാസം. റോജി M. ജോൺ ഉന്നത വിദ്യാഭ്യാസം. M. ലിജു ടൂറിസം, എക്സൈസ് വകുപ്പുകൾ. ബിന്ദു കൃഷ്ണ വനിതാ സാമൂഹിക ക്ഷേമ വകുപ്പുകൾ. OJ ജനീഷ് യുവജനക്ഷേമം, കായികം. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ. ഇനി നമുക്ക് ഇന്നത്തെ ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. അത് മന്ത്രിസഭയിൽ ചേരാൻ മടിയുണ്ടായിരുന്നുവെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രതികരണം. മന്ത്രിയാകാൻ AICCയും സഹപ്രവർത്തകരും നിർബന്ധിച്ചുവെന്നും ഏത് വകുപ്പ് വേണമെങ്കിലും എടുത്തോളാൻ മുഖ്യമന്ത്രി പറഞ്ഞെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആദ്യം ആ പ്രതികരണം കേൾക്കാം. ഒരു പോരാട്ടം നടന്നിട്ട് ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ. 40 വർഷം മുമ്പ് ഞാൻ ശ്രീ K. കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അങ്ങനൊരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഏത് വകുപ്പ് ഞാൻ തിരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് വകുപ്പ് ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൂടി കേട്ട ശേഷമാണ് പിന്നെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം ആവശ്യമില്ലെന്നും മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തിയില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം ഉണ്ടെന്ന മാധ്യമ സൃഷ്ടി മൂലം പ്രതിസന്ധിയിലായത് പുതുപ്പള്ളിക്കാരാണെന്നും വാർത്തകൾ കണ്ട് പുതുപ്പള്ളിക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ പരാതിയില്ലെന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മന്റെ ക്വാളിറ്റിയാണെന്നും ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ ലൂയിലോസും പറഞ്ഞു. എനിക്ക് ജനമനസ്സിലാണ് സ്ഥാനം വേണ്ടത്. ജനങ്ങൾ വെറുത്താൽ ഏത് സ്ഥാനം ഉണ്ടായിട്ട് എന്താ കാര്യം? ജനങ്ങൾ സ്നേഹിച്ചാൽ ഒരു സ്ഥാനമില്ലെങ്കിലും പ്രശ്നമല്ല എന്നുള്ളത് എനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. എൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ എനിക്കറിയായിരുന്നു. ഇനി അങ്ങോട്ട് എനിക്ക് ഉറപ്പാണ് അങ്ങനെ തന്നെയായിരിക്കും. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പരാതിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ സഭയ്ക്ക് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? അങ്ങനെ പ്രതിഷേധമൊന്നുമില്ല. എല്ലാം നല്ല ഭരണം നടക്കട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ ഇനിയും കിട്ടും. ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ സന്തോഷമെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി അഭിപ്രായപ്പെട്ടു. VD സതീശൻ വാക്കുപാലിച്ചെന്നും S. മിനി പറഞ്ഞു. 3000 രൂപയല്ല ഞങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു ആദ്യ ക്യാബിനറ്റിൽ. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക നില എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രഖ്യാപനമാണ്. ഘട്ടം ഘട്ടമായി 21,000 എന്ന് പറയുന്ന അടിസ്ഥാന വേതനം മിനിമം വേതനത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വാഗ്ദാനം കൂടെ വെച്ചുകൊണ്ട് അത് ഞങ്ങളൊരു പ്രതീക്ഷയായിട്ട് എടുക്കുകയാണ്. എന്താണേലും ആദ്യ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ സൗജന്യയാത്രാ പ്രഖ്യാപനത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തി. KSRTCയിൽ സൗജന്യയാത്ര നടപ്പാക്കിയാൽ സ്വകാര്യ ബസ് മേഖല തകരുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. സ്വകാര്യ ബസ്സിലെ യാത്രാ നിരക്ക് സർക്കാർ വർദ്ധിപ്പിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ ഉൾപ്പെടെ ഒഴിവാക്കണമെന്നും T. ഗോപിനാഥൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് കൂടി.
വിദ്യാർത്ഥി യാത്രക്കാർക്ക് പുറമേയുള്ള ബാക്കി കുറച്ച് യാത്രക്കാരാണ് സ്ത്രീകളിൽ. അത് മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. പുരുഷ യാത്രക്കാരൊന്നും ഇപ്പോൾ ബസ്സുകളിലേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി വിദ്യാർത്ഥികളെ വെച്ച് മാത്രം ഇത് സർവീസ് നടത്താൻ സാധിക്കാത്തൊരു സ്ഥിതി വരും. ഈ വിഷയം ഞങ്ങൾ ഗവൺമെൻറ്റിന് ധരിപ്പിക്കാൻ പോവുക. സർക്കാർ KSRTC നൽകുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഞങ്ങൾക്കും അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തന്ന് ഈ മേഖല സംരക്ഷിക്കും. ഇവിടെ അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിൽ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പ്രതികരണമാണ് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തീരദേശത്തിന്റെ മനസ്സറിയുന്ന ഫിഷറീസ് മന്ത്രി വേണമെന്നും ആവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചുവെന്നും യൂജിൻ പെരേര പറഞ്ഞു. ഇടത് സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന അഭിപ്രായമില്ലെന്നും പക്ഷേ അത് കേന്ദ്രീകൃതമായിരുന്നില്ല എന്നും യൂജിൻ പെരേര അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ലത്തീൻ സഭയുടെ പ്രതികരണം. പല മന്ത്രിമാർക്ക് ഈ കടലെന്താണെന്നറിയില്ല, കടലിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ മുതലപ്പുഴയിൽ 86ഓളം മത്സ്യത്തൊഴിലാളികൾ മരിക്കാൻ കാരണം ഈ ഭരണചക്രത്തിലിരിക്കുന്ന ആളുകൾക്ക് കടലിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ കടൽ മണ്ണിൻ്റെ ഒഴുക്കറിയത്തില്ല, ഈ മണ്ണ് പോർട്ടിനകത്ത് എങ്ങനെ അടിയുന്നു എന്ന കാര്യം അറിയത്തില്ല. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ആളുകളായിരിക്കണം. 10 വർഷം ഇടത് സർക്കാരാണ് അവിടെ ഭരിച്ചത്. അപ്പോൾ അവരൊന്നും ചെയ്തില്ല എന്നുള്ളൊരു അഭിപ്രായം. അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നല്ല, പക്ഷേ അത് ഫോക്കസ്ഡ് ആയിരുന്നില്ല. സത്യപ്രതിജ്ഞ തിരുവനന്തപുരത്ത് നടന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ന്യൂസ് ഡയറക്ടർമാരായ TM ഹർഷനും സനീഷും രണ്ടുപേരും തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് ഇരുവരും വിശകലനത്തിനായി ചേരുന്നത്. ആദ്യം TM ഹർഷനിലേക്കാണ് പോകുന്നത്. ഇന്ന് അങ്ങനെ 10 വർഷത്തിന് ശേഷം ഒരു UDF ഗവൺമെൻറ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ ദിവസമാണ്. വലിയ പ്രൗഢഗംഭീരമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു അവിടെ നടന്നിരുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് തത്സമയം കണ്ടതാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അത് വേദിയും സദസ്സും ഒക്കെ വലിയ പ്രത്യേകതയുള്ളതായിരുന്നു. അതിലടക്കം വലിയ വലിയ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി നേരിട്ടടക്കം പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെയും അതിലുള്ള ചില താരതമ്യങ്ങളെയൊക്കെ ആദ്യം താങ്കൾ വിലയിരുത്തുന്നത്? സ്വാഭാവികമായും ശ്യാമിലി, ഒരു 10 വർഷത്തിന് ശേഷം, അതായത് LDFന് ഒരു തുടർഭരണം കിട്ടി, ആ ഷോക്കിൽ നിന്ന് വിമുക്തി നേടി വീണ്ടും ഭരണം തിരിച്ചു പിടിച്ച് UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു ആവേശം നമുക്കറിയാമല്ലോ. അത് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വളരെ പ്രകടമായിരുന്നു. ഞങ്ങൾക്ക് ആ വേദിയിലേക്കൊന്നും അതിൻ്റെ തൊട്ടടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ ആൾക്കൂട്ടം, ഏതാണ്ട് ഞങ്ങളൊരു 6:30 ആയപ്പോഴേക്ക് ആ വേദിയുടെ പരിസരത്ത് എത്തിയതാണ്. അപ്പോൾ പോലും അവിടെ അത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആവേശം നമുക്കറിയാം. മാത്രമല്ല വളരെ കൃത്യമായി, അതായത് പോലീസിൻ്റെ വലിയ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. ആളുകളെ കടത്തിവിടുന്നതിനൊക്കെ വലിയ നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. വേദിയിൽ എങ്ങനെയായിരിക്കണം പരിപാടി എന്നത് സംബന്ധിച്ച് ഗവർണറുടെ നിർദ്ദേശം, രാജ്ഭവന്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഏറെ ജനകീയമായ ഒരു പരിപാടിയായി ഇത് നടത്തിയെടുക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അത് തീർച്ചയായും UDFന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് വളരെ പ്രകടമാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒട്ടേറെ കാഴ്ചകൾ നമ്മൾ ആ വേദിയിൽ തന്നെ കണ്ടു. മിക്കവാറും എല്ലാ ആളുകളും, മന്ത്രിമാർ മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാർ മാത്രമേ ആ വേദിയിൽ ഇരിക്കട്ടെ എന്ന് രാജ്ഭവൻ അറിയിച്ചിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ധാരാളം രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒത്തുചേരുന്ന ഒരു വേദിയായി അത് മാറി. ആ വേദിയിൽ തന്നെ അങ്ങനെ ഞാൻ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ ശ്രദ്ധിക്കുകയായിരുന്നു. ആകെ 50 പ്രോട്ടോകോൾ ഓഫീസർ അവിടെ നടന്നത്. കാരണം ആ നിലയ്ക്ക് ഒരു പ്രോട്ടോകോളൊന്നും പാലിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല ആ വേദിയിൽ സംഭവിച്ചത്. പലരും ആ വേദിയിലേക്ക് കടന്നു വന്നു. VD സതീശനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. കുട്ടികൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കണ്ടു. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനെ പരമാവധി ആവട്ടിൽ ജനകീയമാക്കാനുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വരുന്ന തീരുമാനങ്ങൾ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതായത് മുൻ സർക്കാരിൽ നിന്ന് ഞങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. പ്രധാനമായി അത് ഈ ജനകീയത കൊണ്ട്, സുതാര്യത കൊണ്ട്, മാധ്യമങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒക്കെ ആ ഒരു മാറ്റം പ്രകടമാകണമെന്ന ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ വളരെ സൂക്ഷ്മമായ ഇത്തരം ശ്രമങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴും നമ്മൾ കണ്ടതാണ്. 2016 സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഈ സ്റ്റേജിനെ അങ്ങനെ ജനകീയമാക്കി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പകരം ആ സമയത്തെടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വരുന്ന തീരുമാനങ്ങളൊക്കെ എല്ലാ സർക്കാരുകൾക്കും അങ്ങനെ പ്രത്യേകതയുള്ള ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഇവിടെ
കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സർക്കാരുകൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തി മാർക്ക് നൽകാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കുറഞ്ഞതൊരു 100 ദിവസമെങ്കിലും ഒരു ഹണിമൂൺ പീരീഡ്, എങ്ങനെയാണ് ഈ എല്ലായ്പ്പോഴും കേരളത്തിൽ ആ പ്രയോഗമാണ് എപ്പോഴും കേൾക്കാറുള്ളത്, ഒരു ഹണിമൂൺ പീരീഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നിശിതമായി ഒരു പ്രതിപക്ഷ ബുദ്ധിയോടെ വിമർശിച്ച് പോകണമെങ്കിൽ അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒരു 100 ദിവസമെങ്കിലും, കുറഞ്ഞത് 3 മാസമെങ്കിലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും നമുക്ക് അഭിനന്ദിക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ അവസരം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും പറയേണ്ടത്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ ആരംഭം, അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികളുടെ ആരംഭം ആദ്യ ദിവസം തന്നെ ഇതാ ഞങ്ങൾ കുറിക്കുന്നു എന്നുള്ള പ്രതീതി ജനങ്ങൾക്ക് കൊടുക്കാനായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വനിതകൾക്ക് സൗജന്യ KSRTC യാത്ര എന്നുള്ളതാണ്. നമ്മളത് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായ കാര്യമായി തോന്നുമെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്, കുടുംബ ബജറ്റിനെ തന്നെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായിരുന്നു അത്. ശരാശരി 10,000-2,000 രൂപയൊക്കെ ഒരു സാധാരണ തൊഴിലെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു 25,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 2,000 രൂപ കരുതാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ കടന്ന വാഗ്ദാനങ്ങളൊക്കെ ഈ ബസ്സിൽ കയറിയ പലരും നൽകിയിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് എവിടെ വേണേലും നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്നൊക്കെ. അതൊക്കെ ആ മട്ടിലാവുമോ എന്നുള്ളത് ഈ തീരുമാനത്തിൻ്റെ പൂർണ്ണ രൂപം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ജൂൺ 15 മുതൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ള തീരുമാനം വന്നു. 2, ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ച് ഈ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അത് കേരളം എല്ലാ കാലത്തും ഇത്തരം ഈ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഒരു പടി മുന്നിലാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അതുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ നമ്മൾ ഒരു പടി മുന്നിലാണ്. ആ കേരളത്തിൻ്റെ ആ ചലനത്തെ, ആ മൊമെൻ്റത്തെ ഒന്നുകൂടി സജീവമാക്കുന്ന, കുറെ കൂടി ശക്തമാക്കുന്ന ഒരു തീരുമാനം വന്നത് ഈ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് എന്നുള്ള പ്രഖ്യാപനമാണ്. അത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു തീരുമാനവും ഒരു ആലോചനയുമായിരുന്നു. ആ ആലോചന ആദ്യ ദിവസം തന്നെ മന്ത്രിസഭ യോഗത്തിന് ശേഷം അത് നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം പല തരത്തിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ വലിയ പ്രവാസികൾ ധാരാളമുള്ള ഒരു ജനതയാണ്. അപ്പോൾ ഇവിടെ പ്രായമായവർ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ തന്നെ പ്രായമാകുന്നവരുടെ എണ്ണം കൂടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒപ്പം നിന്നവരെ, ഈ സർക്കാർ രൂപീകരിക്കാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകർ ഈ സർക്കാരുമായി വേർപെട്ടു പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നില്ല സർക്കാർ എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. സാധാരണ UDF സർക്കാരിൻ്റെയൊക്കെ ഭരണം ആരംഭിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ കഴിഞ്ഞ LDF സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അത് അതിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ആ ഭരണതലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ, അവർക്ക് അനീതി നേരിടുമ്പോൾ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനമൊക്കെ ഏൽക്കുന്ന ഭരണകക്ഷിയിൽ തന്നെ പെട്ട ആളുകളെ നമ്മൾ കണ്ടതാണ്. അവർക്കൊന്നും പോലീസിലേക്ക് ഒരു പരാതിയുമായി ചെന്ന് ഈ പ്രശ്നത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനമാണ് കഴിഞ്ഞ തവണ ആഭ്യന്തര വകുപ്പിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നത്. ഇത്തവണ നോക്കൂ, കോൺഗ്രസ് പ്രവർത്തകർ തല്ലുകൊണ്ട കോൺഗ്രസ് പ്രവർത്തകർ, ഇപ്പോൾ AD തോമസിനെ പോലെയുള്ള ആ തല്ലുകൊണ്ട ഒരു കോൺഗ്രസ് പ്രവർത്തകനെ നിയമസഭയിൽ എത്തിച്ചു എന്നത് മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട പിണറായി വിജയൻ്റെ ആ പ്രയോഗത്തിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ ആ പോലീസ് ഇടപെടൽ, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യാത്രകളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ നടന്ന ക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി SIT രൂപീകരിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ്. അത് സ്വാഭാവികമായും ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ആദ്യ ദിവസത്തെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പം വിമർശിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വന്ദേമാതരം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പലതരം ചർച്ചകൾ ഇനി അങ്ങോട്ടും കേരളത്തിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതേക്കുറിച്ച് തീർച്ചയായും നമുക്കും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇതുവരെ ആദ്യ ദിവസം VD സതീശൻ്റെ സർക്കാരിൻ്റെ ആദ്യ ദിവസം എന്നത് ഏറെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായി തന്നെ അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ വഴിയേ പറയാം. ശരി, ഈ സനീഷിലേക്ക് കൂടെ പോവുകയാണ്. ഇതിലിപ്പോൾ ഈ പറയുന്നത് പോലെ
ഏറ്റവും അധികം ഒരു ജനകീയ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി അത് അവരെ ഏറ്റെടുത്തത് കൂടിയാണ്. അത്രയധികം ആളുകളാണ് ഇന്ന് ആ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അത് അതിനൊരു തെളിവ് തന്നെയാണ്. അത് 102 സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്കൊക്കെ നമുക്ക് ഇന്ന് അവിടെ കാണുക തന്നെ ചെയ്യായിരുന്നു. പക്ഷേ ഒരു വലിയ ജനകീയ മുഖം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു തുടക്കം എന്ന നിലയ്ക്ക് വേണമോ നമ്മൾ ഇന്ന് നടത്തിയ ഈ പ്രഖ്യാപനങ്ങളെ മുഴുവൻ കാണുവാൻ? അത് മാത്രവുമല്ല, ഈ വേദിയിൽ തന്നെ നമ്മൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു ഈ പ്രതികരണത്തിൻ്റെയും ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെയൊക്കെ. അതിലൊന്ന് KC വേണുഗോപാലിനോടും രമേശ് ചെന്നിത്തലയോടെയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ. ആ നിലയ്ക്കൊക്കെ ഒട്ടും എളുപ്പമല്ല ജനകീയമായി മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായോ? ഇതിൽ ശ്യാമിലി ഇതിപ്പോൾ കാര്യമായിട്ടെല്ലാം ഹർഷൻ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ആലോചിച്ച കാര്യങ്ങൾ മുഴുവൻ ഹർഷൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ശ്യാമിലി പറഞ്ഞ ചില നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഇല്ലേ എന്ന ഒരു സംശയം അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും UDF സർക്കാർ വരുമ്പോൾ. പക്ഷേ നമ്മൾ ആദ്യത്തെ ദിവസം ടോട്ടലി നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് വൈബ് അങ്ങേയറ്റം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിട്ട് ഞാൻ പറയുന്നത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ആ സ്ഥലത്തെ പോസിറ്റീവ് വൈബിനെ കുറിച്ച് മാത്രമല്ല, ഈ ദിവസമാകെ കേരളം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു ദിവസമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെല്ലാം ഹർഷൻ പറഞ്ഞതിൽ നമ്മൾ നേരത്തെ ശ്യാമിലി അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാമായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അത് അങ്ങേയറ്റം നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്ന് സമ്മതിക്കാനാകാത്ത വിധം പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ്. കാരണം അത് അത്രയ്ക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഒന്ന്, അങ്ങേയറ്റം കൃത്യമായിട്ടുള്ളൊരു ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സതീശൻ സർക്കാരിന് അനുകൂലമായിട്ട് കിട്ടിയത്, UDFന് അനുകൂലമായിട്ട് കിട്ടിയത്. അങ്ങേയറ്റം കൃത്യമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജനവിധി. എന്തെങ്കിലും സംശയങ്ങൾക്ക് ഇട നൽകാത്ത വിധമുള്ള 102 എന്ന വലിയ നമ്പർ കൊടുത്തുള്ള ആ ജനവിധിയോട് അങ്ങേയറ്റം പോസിറ്റീവായിട്ട് പെരുമാറുന്ന ഒരു UDFനെയാണ്, അല്ലെങ്കിൽ ഒരു ഭരണപക്ഷത്തെയാണ്, ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത് എന്ന തോന്നൽ ആദ്യ ദിവസം തന്നെ, ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ VD സതീശനും സംഘവും നൽകി, ടീം UDF നൽകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ദിനം മാത്രമല്ല, ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും അദ്ദേഹം VD സതീശനാണല്ലോ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അതിനുള്ള പോസിറ്റീവ് വൈബാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് എന്നുള്ള സൂചനകൾ കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു കുട്ടിക്കലാശമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പം അവിടെ ഈ സത്യപ്രതിജ്ഞ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കൂ, നമ്മളത് എന്തൊക്കെയാണ് കണ്ടത്. ഒന്ന്, അവിടെ രാഷ്ട്രീയ എതിർപക്ഷം പ്രതിപക്ഷത്തിരുന്ന് ഇവർ അതിശക്തമായിട്ട് വിമർശ ശരങ്ങൾ ഉന്നയിച്ചിരുന്ന പിണറായി വിജയനും അവരുടെ കൂടെ തന്നെ മുകളിൽ ഒരു കസേര ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ആ പാർട്ടിയുടെ, ആ മുന്നണിയുടെ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന് BJPയുടെ അധ്യക്ഷന് അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവരെല്ലാം താഴെയാണ് ഇരിക്കുക. അതായത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും വേണ്ട ആളുകൾ മാത്രം വേദിയിലിരിക്കുകയും മറ്റുള്ളവർ സദസ്സിൽ പ്രധാനപ്പെട്ട കസേരകളിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഇത്തവണ മാറുകയാണ് ഉണ്ടായത്. അവരെല്ലാവരും മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 102 എന്ന നമ്പർ ഇത്തവണ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് എന്നത് ഞങ്ങളുടെ മുന്നണി മാത്രം നൽകിയതല്ല. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരവരുടെ മുന്നണികൾ മാത്രമല്ല, സ്വിംഗ് വോട്ടേഴ്സ് കൂടെ ചേർന്നിട്ടാണ്. പക്ഷേ ഇത്തവണ അതിനുമപ്പുറം അപ്പുറത്തെ മുന്നണിയിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, അപ്പുറത്തെ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചിരിക്കുന്ന മനുഷ്യർ നാളെ ഒരുപക്ഷെ തിരിച്ച് വീണ്ടും അവർക്കൊപ്പം തന്നെ പോയേക്കാവുന്ന മനുഷ്യർ കൂടെ തങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന വളരെ വലിയ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിന് ഒരു സിംബോളിക്കായിട്ടുള്ള രൂപം നൽകുകയായിരുന്നു VD സതീശൻ സർക്കാർ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തതാണോ, ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണോ അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ പോസിറ്റീവ് വൈബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. എല്ലാവർക്കും അവിടെ ഇടമുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരും സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവരവരുടെ ആളുകൾ ഒന്ന് മാറുന്നു, അവരുടെ ആളുകളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിതാ കേരളത്തെ ആകെ പ്രതിനിധീകരിക്കുകയാണ് എന്ന ഒരു തോന്നലുണ്ടാക്കാൻ നിശ്ചയമായിട്ടും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ സാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതിനു മുമ്പ് തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്നതിലൂടെ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ VD സതീശനും സംഘത്തിനും സാധിച്ചിരുന്നു. അതിനകത്ത് വളരെ പരിണതപ്പെട്ടവരും മുതിർന്നവരുമായിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ, ഒപ്പം ഘടകകക്ഷികളുടെ ഷിബു ബേബി ജോണും മറ്റുള്ള ആളുകളും എല്ലാം തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളായിട്ട് അവിടെ മന്ത്രിമാരായിട്ട് ഈ മന്ത്രിസഭയ്ക്കകത്തേക്ക് സ്ഥാനം പിടിക്കുന്നു. ഒപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരുന്നു. OJ ജനീഷെ പോലെ അങ്ങേയറ്റം ഒരുപക്ഷെ
ഈ ഒരാഴ്ച മുമ്പ് വരെ അദ്ദേഹം മന്ത്രിയാകുമെന്ന് അദ്ദേഹം തന്നെ, ഒരാഴ്ചയല്ല, ഒരു 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം മന്ത്രിയാകുമെന്ന് അദ്ദേഹം തന്നെയും വിചാരിക്കാത്ത OJ ജനീഷിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരുന്നു. ബിന്ദു കൃഷ്ണയെയും ഷാനിമോൾ ഉസ്മാനെയും പോലെ, ഷാനിമോൾ ഉസ്മാൻ മന്ത്രി അല്ലെങ്കിലും ബിന്ദു കൃഷ്ണയെയും ഷാനിമോൾ ഉസ്മാനെയും പോലെ രാഷ്ട്രീയ കേരളത്തിന് എത്രയെത്രയോ ദശാബ്ദങ്ങളായിട്ട് പരിചയമുള്ള, എന്നാൽ പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലൊന്നും വന്നിട്ടില്ലാത്ത കോൺഗ്രസിൻ്റെ നെടുനായകത്വമുള്ള ഈ സ്ത്രീ നേതാക്കൾ അവിടെ വരുന്നുണ്ട്. അതേസമയം തന്നെ M. ലിജുവിനെ പോലെയും, ഇപ്പോൾ OJ ജനീഷ് ഒരു ഉദാഹരണമാണ്, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വന്നിരിക്കുന്ന ഈ മനുഷ്യരെല്ലാം തന്നെ മന്ത്രിമാരായിട്ട് ഇങ്ങനെ നിരന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം അങ്ങേയറ്റം. അത് ഒരു രാഷ്ട്രീയ കേരളത്തെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത എന്താണ്, മുന്നണികൾ മാറി മാറി വന്നാലും നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത എന്താണ്, നമ്മുടെ രാഷ്ട്രീയ കേരളം അതിൻ്റെ സാമൂഹ്യ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മനുഷ്യർ ഏതേതൊക്കെ പ്രതിനിധാന വിഭാഗങ്ങളിൽ നിന്ന് വരുന്നു, അവർക്ക് കിട്ടുന്നൊരു പദവി എന്താണ്, അവർ ഓരോരുത്തരും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ആരവങ്ങൾ മുഴങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം, അത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഏത് ചേരിയിൽ ഉണ്ടായിരുന്നാലും അതിനെ വിശാലമായിട്ട് നോക്കുമ്പോൾ അങ്ങേയറ്റം ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിൽ ആഹ്ലാദം പൊതു കേരളത്തിലാകെ നൽകാൻ VD സതീശൻ സർക്കാരിന് സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും ഒക്കെ മന്ത്രിമാരുടെയൊക്കെ വരവിന് വലിയ ആഹ്ലാദാരവങ്ങളോടെയാണ് ആ താഴെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മറുപടി നൽകിയത്. അത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഹർഷാനന്ദ് വിശദമായിട്ട് തന്നെയും പറഞ്ഞു. അതായത് ഞങ്ങൾ എന്ത് മാൻഡേറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്, എത്രക്ക് കൃത്യമായിട്ടുള്ളതാണത്, അത് ഏതേതൊക്കെ നിലക്കതിനെ ബഹുമാനിക്കണം എന്ന് ആദ്യ ആലോചനയിൽ തന്നെയും വളരെ കൃത്യമായിട്ട് തീരുമാനമെടുത്ത ഒരു സർക്കാരായിട്ട് നമുക്കിതിനെ അനുഭവപ്പെടും. കാരണം അവർ ഇപ്പോൾ എന്താണ്, നമ്മുടെ ആശാവർക്കർമാർ ആവശ്യപ്പെട്ട മുഴുവനായിട്ടും കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. പക്ഷേ അവർക്ക് സന്തോഷവും തൃപ്തിയുമാണുള്ളത്. കാരണം അതിനോട് അവരുടെ സമരത്തോട് എതിർക്കാനുള്ള നിലപാടുകളും പോയിന്റുകളൊക്കെ നമ്മുടെ കൈവശം എല്ലാം ഉണ്ട്. പക്ഷേ അതിനോട് ഇവർ ഒരു പ്രതിപക്ഷം എന്ന നിലക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാട് അപ്പോഴെടുത്തു. ആ പോസിറ്റീവ് നിലപാട് മന്ത്രിസഭ രൂപീകരിച്ചിട്ട് ആദ്യ മന്ത്രിസഭാ യോഗത്തിനകത്ത് തന്നെ, അവർ ക്യാബിനറ്റ് യോഗത്തിനകത്ത് തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള നിലപാട് പൊതുസമൂഹത്തിനാകപ്പാടെ മുമ്പിൽ പ്രഖ്യാപിച്ചു. അതായത് അതിൻ്റെ കാരണം, അതിൻ്റെ ഒരു പ്രകടിത രൂപം എന്നൊക്കെ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ അത് ആശാവർക്കർമാരോട് മാത്രം ചെയ്യുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് വേണ്ടി സമരം ചെയ്ത SUCയുടെ ഈ സംഘടനയോട് മാത്രം ചെയ്യുന്നതല്ല, ആകെ ആശാവർക്കർ സമൂഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, മറിച്ച് പൊതു കേരളത്തിനാകെ തന്നെ ഇവർ വന്നിരിക്കുന്നു, ഇവർ പറഞ്ഞ കാര്യം നടപ്പാക്കിയിരിക്കുന്നു എന്ന കാര്യം അതിലൂടെ സ്ഥാപിച്ചു. ഇപ്പോൾ KSRTCയിലെ യാത്രയുടെ കാര്യമാണെങ്കിലും KSRTCയിലെ ഈ സൗജന്യ യാത്ര എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ സംശയങ്ങളുള്ള ആളാണ് ഞാൻ. ആ കാര്യം KSRTCയെ ബുദ്ധിമുട്ടിലായി കളയുമോ എന്ന ആശങ്കയും ബേജാറുള്ള ആളാണ് ഞാൻ. അതായത് KSRTC എന്ന് വെച്ചാൽ ഒരു കാലത്ത്, നമ്മുടെ തന്നെ ഓർമ്മയിൽ ഒരു കാലത്ത് KSRTC അങ്ങേയറ്റം നഷ്ടത്തിൽ, അതായത് പൊതുപണമാകെ തന്നെയും വല്ലാതെ നഷ്ടത്തിലായി പോകുന്ന ഒരു സംവിധാനം എന്ന നിലക്കാണ് KSRTC മനസ്സിലാക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിനെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാന കാലത്ത് KSRTCയുടെ ലാഭമൊക്കെ മുകളിലേക്ക് വരികയും KSRTC പൊതുവിലൊരു കൊള്ളാവുന്ന സംവിധാനമാണ് എന്ന് തോന്നൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇതിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടായ ഒരു കാലത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു സംഗതിയിലേക്ക് പോകുമ്പോൾ അത് ആ സംവിധാനത്തിന് എങ്ങനെ ദോഷമായിട്ട് ഭവിക്കുമോ എന്നൊരു ഭയാശങ്ക സ്വാഭാവികമായിട്ടും എനിക്കെന്ന പോലെ പല ആളുകൾക്കും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന പോസിറ്റിവിറ്റി ചെറുതായ കാര്യമേ അല്ല. അത് വാഗ്ദാന പത്രികയിൽ, പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു കാര്യം എഴുതി ചേർത്തതിലൂടെ തന്നെയും ഇതൊരു വലിയ കാര്യമാണ് എന്ന് ആ ദിവസത്തെ RDXൽ തന്നെ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവരുടെ വിജയത്തിന് വലിയൊരു കാരണമാവുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ യഥാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ അവർ പക്ഷേ എന്ത് ചെയ്യുന്നു, അത് നേരെ വന്നിട്ട് അതിൻ്റെ വെല്ലുവിളികളെ നമുക്ക് പിന്നീട് നേരിടാം. പക്ഷേ അത് അപ്പം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ജൂൺ 15 മുതൽ ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പൊതുജനത്തെ ആകെ കണ്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിൻ്റെയൊക്കെ ഒരു പ്രതിനിധാന സ്വഭാവം വെച്ചാണെങ്കിലും ഈ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിക്കുന്നു എന്ന തരത്തിലുള്ളൊരു സംഗതി വെച്ചാണെങ്കിലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന നിലക്ക് ഈ സംഗതികളെ ആകെ കാണാം. VD സതീശൻ സർക്കാർ അങ്ങേയറ്റം വലിയ പോസിറ്റീവ് വൈബാണ് കേരളത്തിന് മുമ്പിലും കേരളത്തെ ശ്രദ്ധിക്കുന്ന രാജ്യത്തിന് മുമ്പിലും ആകപ്പാടെയും വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ആകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിൽപ്പ് കൂടെയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ കൂടെ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസത്തെയും ഇന്നത്തേക്ക് വന്ന ഈ കാര്യങ്ങളിലേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒന്ന്, ഒരു യൂത്ത്ഫുൾ എനർജി എന്ന് പറയാവുന്ന യൗവനോർജ്ജം സ്ഫുരിക്കുന്ന ഒരു ഇടപെടലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. മുഖ്യമന്ത്രി എന്ന നിലക്ക് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ പൊതുവിൽ കേരളത്തിലാകെ കിട്ടുന്ന ഒരു നില ഈ 2 ദിവസങ്ങളിലെ പ്രത്യേകിച്ചും ഇന്നത്തെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 60-62 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് താരതമ്യേന എത്രയോ ഈ സമീപകാലങ്ങളുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരിൽ താരതമ്യേന ചെറിയ പ്രായമുള്ള ആളാണ് എന്ന് മാത്രമല്ല, നമ്മൾ 10 വർഷമായിട്ട് ഒരാളെയാണ് മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതെന്ന് ഓർക്കണം.
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതായ ശൈലി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയിലൂടെ അദ്ദേഹം ഭരണപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള നല്ല ഭരണമായിരുന്നു പിണറായി വിജയൻ്റേത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പിണറായി വിജയൻ സർക്കാരുകളെ ഈ കാര്യത്തിൽ അതിജയിച്ചു പോകണമെങ്കിൽ വി ഡി സതീശൻ സർക്കാർ ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ പിണറായി വിജയനെ നമ്മളിപ്പോൾ നോക്കൂ, നമ്മുടെ ഒരു 10 വയസ്സ് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ കണ്ട അതേ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നത് കഴിഞ്ഞ ആഴ്ച വരെ. അവിടെ നിന്ന് മാറിയിട്ട് പുതിയൊരാൾ അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ടാണ് ഞാൻ ഇടപെടുന്നത് എന്ന് വെളിവാകാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായിട്ടോ അബോധപൂർവമായിട്ടോ വി ഡി സതീശൻ ചെയ്യുന്നുമുണ്ട്. അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് വളരെ സജീവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും വരുമ്പോൾ അദ്ദേഹത്തെ പിണറായി വിജയനടുത്ത് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനടുത്തേക്ക് ആളുകൾ വരികയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ഒരു കോൺഗ്രസ് നേതാവിനെടുത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി എങ്ങനെയാണോ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നോ അങ്ങനെ അദ്ദേഹത്തെ എടുത്ത് പൊക്കി കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്. ഇത് എത്ര ദിവസങ്ങളിലേക്ക് അതുണ്ടാകുമെന്ന് തലസ്ഥാനത്തെ പല മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല വി ഡി സതീശൻ്റേത്. വി ഡി സതീശൻ തനതായിട്ടുള്ള മറ്റൊരു ശൈലിയുള്ള ആളാണ്. വി ഡി സതീശൻ ആ ശൈലിയിലേക്ക് മാറും. അദ്ദേഹത്തിന് അങ്ങനെ മാറിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടത് ഈ പറയുന്ന LDF സർക്കാരിൻ്റേതായിട്ട് ഇവർ പറഞ്ഞ കുറ്റങ്ങൾ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് താനെന്നും തൻ്റെ സർക്കാരെന്നും അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ UDF സർക്കാരിലെ ഏറ്റവും ജനപ്രിയമായിട്ട് ഇതിനകം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജനകീയത എന്ന സംഗതി തങ്ങൾക്കുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും അദ്ദേഹം ഒന്നു ചേർത്ത് നിൽക്കാൻ നോക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതായത് ഇതിനകത്ത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയത്തെ വളരെ കൗതുകകരമായിട്ടുള്ള ചില സംഗതികളായിട്ട് കാണുന്ന, ഇപ്പോൾ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം സാധാരണ മാധ്യമങ്ങൾ, പത്രങ്ങളും നമ്മുടെ ന്യൂസ് ചാനലുകളും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിനിമാ പരിപാടികൾക്കൊക്കെ പോകുന്ന ഈ ഓൺലൈനിലെ മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ യൂട്യൂബർമാരടക്കം വല്ലാത്ത തോതിൽ വന്നു കൂടിയ ആദ്യത്തെ ഒരു സത്യപ്രതിജ്ഞ കൂടെയാണിത്. അതായത് നമ്മൾ ഈ കാണുന്ന ഗൗരവ മാധ്യമങ്ങളെന്നൊക്കെ നമ്മൾ കരുതുന്ന മാധ്യമങ്ങൾക്കപ്പുറത്ത് സാധാരണഗതിയിൽ രാഷ്ട്രീയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സിനിമാക്കാർക്ക് പിറകെ പോകുന്ന ഈ മാധ്യമങ്ങളടക്കം കണ്ട ഒരു അവർക്ക് കൂടെ വേണ്ട ദൃശ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരു വലിയ സംഭവമായിട്ടാണ്, ഇവൻ്റായിട്ടാണ് നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ കാണുക. അപ്പോൾ ആ നിലക്ക് അങ്ങേയറ്റം വ്യത്യസ്തമാണ് ഞങ്ങൾ 10 വർഷത്തെ ഭരണത്തെക്കാൾ എന്ന് തെളിയിക്കുമ്പോൾ തന്നെയും ഇതിനൊപ്പം നിന്ന ഈ മനുഷ്യർ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലായുള്ള മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കുകയും അതിലേറ്റവും ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമായിരുന്ന, ഒരു കാലത്ത് നിൽക്കുമായിരുന്ന സാംസ്കാരിക ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ തൊട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുവടക്കൽ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങോട്ട് ചേർന്ന് നിന്ന ആളുകൾക്ക് തൊട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണഗതിയിൽ ചെറിയ ഇതൊക്കെ കൗതുകത്തോടെ കാണുന്ന, മറ്റു ജോലി ചെയ്തിട്ട് ദിനംപ്രതി ജീവിച്ചു പോകേണ്ടുന്ന, രാഷ്ട്രീയത്തിൽ ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ പറ്റാത്ത സാധാരണ മനുഷ്യർക്കും താല്പര്യമില്ലാത്ത സാധാരണ മനുഷ്യർക്ക് ഉൾപ്പെടെ അങ്ങേയറ്റം ചേർന്ന് നിൽക്കാൻ തോന്നുന്ന ഒരു സർക്കാരായിട്ട് അത് മുന്നിലേക്ക് വന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വന്ദേ മാതര വിവാദമാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഈ ദിവസം അവസാനിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ചയാകാവുന്നത്. അതിന് പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ആളല്ല ഞാൻ. പിശകുണ്ടോ എന്ന് ചോദിച്ചാൽ പിശകുണ്ട് രാഷ്ട്രീയമായിട്ട്, പിശകില്ല എന്നല്ല, പിശകുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് രാഷ്ട്രീയമായിട്ടുള്ള പിശകാണ്. അത് പക്ഷേ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടുന്ന ഒരു സംഗതിയായിരുന്നു. അന്ന് തന്നെ നമ്മളത് കാര്യം RDX ചർച്ച ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇത് 3 മിനിറ്റും 10 സെക്കൻഡുമാണ് വന്ദേ മാതരം ചൊല്ലേണ്ടത് എന്ന് മാത്രവുമല്ല, ഈ ചൊല്ലുന്ന പരിപാടികളിൽ, പൊതുപരിപാടികളിൽ ഇതിന് ശേഷം മാത്രമേ ജനഗണമന ചൊല്ലാൻ പാടൂ. 56 സെക്കൻഡോ മറ്റുള്ള ജനഗണമനയുടെ വരികൾ ചൊല്ലാൻ പാടുള്ളൂ. ഇത് മുഴുവനായിട്ടും തന്നെ ചൊല്ലണം. 3 മിനിറ്റ് 10 സെക്കൻഡ് തന്നെയും ചൊല്ലണം എന്നത് നിബന്ധനയായിട്ട്, ഭരണഘടനാപരമായുള്ള നിബന്ധനയായിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി വന്നിരിക്കുകയാണ്. 150 വർഷം വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം ആചരിക്കുന്നത് പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ അവർക്കുള്ള പാർലമെൻറ്റിലുള്ളവർ അവർക്കുള്ള ഭൂരിപക്ഷം വെച്ച് അവരതിനെ ഒരു ഭരണഘടനാപരമായ നിബന്ധനയാക്കി വെച്ചിരിക്കുന്നു. അത് തമിഴ്നാട്ടിൽ വിജയ്ക്കും പാലിക്കേണ്ടി വരും. ഇവിടെ സ്വാഭാവികമായിട്ടും VD സതീശൻ സർക്കാരിനും പാലിക്കേണ്ടതായിട്ട് വന്നു. അത് അങ്ങനെ സംഭവിച്ചു. പക്ഷേ രാഷ്ട്രീയമായിട്ട് കേരളം പോലൊരിടത്ത് അത് വലിയ തോതിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമേ ഇല്ല. അത് എതിർക്കപ്പെടുകയും ചെയ്യും. അതിന്മേലുള്ള ചർച്ചകളായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ച എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രത്യേകിച്ചും നമ്മൾ ഓർക്കേണ്ടത് ഈ ഹിന്ദുത്വ സർക്കാരിനെതിരെയും BJPയുടെ രാഷ്ട്രീയത്തിനെതിരെയും ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയും എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയായുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതുകൊണ്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളടക്കം ചർച്ചയായ ഒരു സ്ഥലത്തേക്ക് ഈ വലിയ മുസ്ലിം വിരുദ്ധ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഈ അലയൊലികളൊക്കെയുള്ള ഈ ഈ പറയുന്ന ചൊല്ലിയതിൻ്റെ
അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും, രാഷ്ട്രീയമായിട്ട് ചർച്ചയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇനിയുള്ള കുറേ ദിവസം ഈ അത്തരം രാഷ്ട്രീയ ചർച്ചകൾക്കോ VD സതീശൻ സർക്കാരിനെതിരായുള്ള നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾക്കോ ആയിരിക്കില്ല മുൻതൂക്കം ഉണ്ടാവുക. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഈ വൈബ് എത്ര കാലത്തോളം നീണ്ടു നിൽക്കും എന്നതായിരിക്കും അവരുടെ നിലനിൽപ്പിനെയും അവരുടെ മുന്നോട്ട് പോക്കിനെയും പ്രധാനമായിട്ടും സ്വാധീനിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കാലവും കൂടെ, കാരണം അവർ വളരെ പോസിറ്റീവായിട്ടുള്ള അടയാളങ്ങളാണ് കാണിക്കുന്നത് എന്നതുകൊണ്ട് അവരുടെ കുറേ കാലത്തേക്ക് ചെറിയ ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും അവരെ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഈ കുറേ കാലത്തോളം ഞാൻ പറയുന്നത് എത്ര കാലത്തോളമാണ് ആ കുറേ കാലത്തോളം എന്നത് അവരുടെ മുന്നോട്ട് പോക്കിലെ കാര്യങ്ങളനുസരിച്ചിരിക്കും. നമ്മൾ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം UDF ആണ്, കോൺഗ്രസ് ആണ്. കോൺഗ്രസിനകത്ത് മുറിവേറ്റ 2 മനുഷ്യരുണ്ട് എന്ന് അവരോടൊപ്പോൾ ആളുകൾ പറയുന്നു. ഏത് നിമിഷവും ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കാനായിട്ട് നിൽക്കുകയാണ് അവരിപ്പോഴും എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പുകളായിട്ടൊക്കെ നിൽക്കുകയാണെന്ന് പറയുന്നു. അങ്ങേയറ്റം പോസിറ്റീവ് വൈബിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോഴും ഇതിനകത്ത് ഈ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന രാഷ്ട്രീയത്തിനകത്ത്, അതിപ്പോൾ ഈ കോൺഗ്രസിനെ മാത്രമല്ല, രാഷ്ട്രീയം എന്ന് വെച്ചാൽ തന്നെയും അങ്ങനെ അത്ഭുതകരമായൊരു സംഗതിയാണ്. ശ്യാമിലി, ഞാൻ 2 പേരും കൂടെ പറഞ്ഞു നിർത്താം. രാഷ്ട്രീയം എന്ന് വെച്ചാൽ എല്ലാ നാടുകളിലും അസാധ്യമായ വിധം അത്ഭുതകരമായൊരു പരിപാടിയാണ് എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കി തന്നൊരു കാര്യമായി ഈ തെരഞ്ഞെടുപ്പ്, ഈ സത്യപ്രതിജ്ഞയും മറ്റുമൊക്കെ. ഒരു 2 ആഴ്ച മുമ്പ് വരെ എന്തായിരുന്നു സ്ഥിതി? ഈ തെരഞ്ഞെടുപ്പ് വിധി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് നോക്കൂ, എത്ര പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ ആകപ്പാടെ അട്ടിമറിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉറപ്പിക്കപ്പെട്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ വെള്ളയിട്ട കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും വലിയ ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, നേരത്തെ ഇല്ലാത്ത വിധം. അപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം അങ്ങോട്ട് വല്ലാത്ത തോതിൽ മാറിയിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ പക്ഷേ പ്രകടിത രൂപം അങ്ങേയറ്റം പോസിറ്റീവ് വൈബായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VD സതീശൻ സർക്കാരിനും നന്നായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ അഭിവാദ്യങ്ങളും നേരുക എന്ന കാര്യവും കൂടെ ഞാൻ ഇതോടൊപ്പം ചെയ്യുകയാണ്. ശരി, നിങ്ങൾ 2 പേരും എന്തായാലും ഏറെക്കുറെ ഒരു 30 മിനിറ്റ് അടുത്ത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചത് മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഈ ഘട്ടത്തിലും ഇന്ന് സംഭവിച്ച കാര്യങ്ങളെ തന്നെ മുൻനിർത്തി പ്രതിപക്ഷത്തടക്കം ചില വിമർശനങ്ങൾ പല ആളുകളുടെയും ഫേസ്ബുക്ക് വാളുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ മന്ത്രിയായവരുടെയും MLA ആയവരുടെയും ഒക്കെയാണ്. അപ്പോൾ അതിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ മീഡിയ ഒരു സർക്കാർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും ഒരളവിൽ പ്രതിപക്ഷമായി കൂടി മീഡിയ പ്രവർത്തിക്കുന്ന ഒരു നിലയുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അല്പം ക്രിട്ടിസൈസ് ചെയ്ത് ഈ പോസിറ്റീവായ കാര്യങ്ങളെ വെറുതെ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുകയും ചെയ്യാം. പക്ഷെ ഇത്രയധികം പോസിറ്റീവായി നിങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് തീർച്ചയായും നമ്മൾക്ക് അങ്ങനെ പറയുമ്പോൾ അതൊരു കല്ലുകടിയായി നമുക്ക് ഈ ഷോയിൽ തന്നെ ചെന്നാൽ പോലും തോന്നിയേക്കാം. എങ്കിലും ഞാൻ ഒരു ഇടവേള എടുത്തു വന്ന് എനിക്ക് തോന്നി അത്തരം ചില കാര്യങ്ങൾ പറയാമെന്ന് എനിക്ക് തോന്നുകയാണ് ഈ ഘട്ടത്തിൽ.